മലപ്പുറം പൊന്നാനിയിൽ ദേശീയപാത 66-ൽ വിള്ളൽ രൂപപ്പെട്ടു. ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിനും ഭിത്തിയിലുമാണ് വിള്ളൽ കണ്ടെത്തിയത്. നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ദേശീയപാത 66-ലെ നിർമ്മാണത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നത് പുതിയ വാർത്തയല്ല. പക്ഷേ ഇത്രയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അധികൃതരും കരാറുകാരും അത് ആവർത്തിക്കാതിരിക്കാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നതാണ് അത്ഭുതം. മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ആരോട് പറയാൻ. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത 66-ൽ വിള്ളൽ എന്ന വാർത്ത പുതിയതല്ല. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും പല സമയങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടിരുന്നു. മലപ്പുറത്ത് തന്നെ കൂരിയാടും തലപ്പാറയിലും മമ്മാലിപ്പടിയിലും ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടതായിട്ടുള്ള വാർത്തയും വന്നിരുന്നു. ഇത് പുതിയതാണ്. പൊന്നാനി ചമ്രവട്ടത്തേത്. മേൽപ്പാലത്തിലും അരികുഭിത്തിയിലും സർവീസ് റോഡിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകാറുള്ള ചതുപ്പ് നിലത്തിൽ കൂടിയാണ് ഇവിടെ പാത നിർമ്മിച്ചത്. ഫൈലിംഗ് നടത്താതെ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതാണ് വിള്ളലിന് കാരണമെന്ന് നാട്ടുകാർ. തീർത്തും ജനവാസ മേഖലയാണ്. ഈ ജനവാസ മേഖലയിൽ ഇത്തരത്തിലുള്ള ആശങ്കപ്പെടുത്തുന്ന ഈ സാഹചര്യത്തെ ഇവരെ ഏത് തരത്തിലാണിത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയുമില്ല. നിലവിൽ ജനങ്ങൾ കാണാതിരിക്കാനും വേണ്ടിയിട്ട് വിള്ളലുണ്ടായ ഭാഗത്ത് പുതുതായിട്ട് ആ വിള്ളലിൻ്റെ മുകളിൽ ടാറ് ചെയ്ത് അവർ താൽക്കാലികമായിട്ട് ആ വിള്ളൽ അടയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് മുകളിൽ കാണാൻ സാധിക്കുന്നത്. അത് ആ വിള്ളൽ വീണ്ടും ടാർ ഉണങ്ങിയതിന് ശേഷം വീണ്ടും ആ വിള്ളൽ പുറത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പൈലിംഗ് നടത്തിയിരിക്കുന്ന മേഖലകളിൽ നിന്ന് വിട്ടിട്ടാണ് ഈ സംഗതികൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വലിയ ഉയരത്തോടു കൂടിയിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് പൈലിംഗ് അടക്കമുള്ള ശാസ്ത്രീയമായിട്ടുള്ള പൈലിംഗ് അടക്കം നടത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള റോഡുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത്. സർവീസ് റോഡിന്റെ വശത്തെ ഭിത്തിയിൽ കല്ലുകൾ പലയിടത്തും പൊട്ടിയിട്ടുണ്ട്. ഇത് നിർമ്മാണത്തിന്റെ ഭാഗമാണെന്ന് കരാർ കമ്പനി അവകാശപ്പെടുന്നു. എന്നാൽ ഇവിടെ മാത്രമാണ് ഈ രീതിയിൽ കാണുന്നത്. സർവീസ് റോഡിനായി മണ്ണിട്ടുയർത്തിയ ഭാഗത്താണ് വിള്ളൽ. അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് പാലം ഓപ്പൺ ആക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓപ്പൺ ആക്കാതെ ഒരു ടോളൊക്കെ മേടിച്ചിട്ട് ഇരിക്കണില്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ദിവസം നിങ്ങൾ സംസാരിച്ചാൽ മതി എന്നാണ് ഇന്നലെ പറഞ്ഞത്. അല്ല ഇവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കൂരിയാട് സംഭവിച്ച മാതിരി ഇവിടെ സംഭവിച്ച് ഏതെങ്കിലും കുട്ടികളോ ആളുകളോ അതിൻ്റെ അടിയിൽപ്പെട്ടിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അപ്പം അതിൽ കാര്യമില്ലല്ലോ. അപ്പം അതിൻ്റെ മുന്നേ ക്ലിയർ ആക്കുക. ആരും എല്ലാവർക്കും ജീവൻ വലുതാണല്ലോ, പാലല്ലല്ലോ വലുത്. അത് അവർ ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന കാര്യം ചാന്തിങ്ങനെ തേച്ചിട്ട് തൽക്കാലം തന്നെ പിടിച്ചതിന് അപകടം പറ്റുന്നതിന് മുമ്പോട്ട് ശ്രദ്ധിച്ചാത്രയും നന്ന് തന്നെ. പല ഭാഗത്തും ഇങ്ങനെ അപകടം ഉണ്ടല്ലോ. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്കിങ്ങനെ പൊളിക്കും, പിന്നെ അത് അവരെന്നെ റിപ്പയർ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് അവർ വന്നിട്ട് ഈ സിമെൻറ്റ് ഗ്രൗട്ട് ഇങ്ങനെ വെച്ചിട്ട് തേച്ചിട്ട് കുറച്ച് പെയിൻ്റൊക്കെ ടച്ച് ചെയ്തിട്ട് പോകും. അതേസമയം മേൽപ്പാലത്തിലെ ഭിത്തിയിലെ വിള്ളൽ വാഹനം ഇടിച്ചുണ്ടായതാണെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. റോഡിൽ രൂപപ്പെട്ട വിള്ളൽ ചിലയിടങ്ങളിൽ ടാർ ഉപയോഗിച്ച് അടച്ചിട്ടുമുണ്ട്. ഡിസംബറിൽ പദ്ധതി പൂർത്തിയാക്കാനായിരുന്നു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും ദേശീയപാത അതോറിറ്റിയും ലക്ഷ്യമിട്ടിരുന്നത്. 25-ൽ പദ്ധതി പൂർത്തിയായില്ല. ഇങ്ങനെയാണെങ്കിൽ 26-ൽ തീരുകയുമില്ല. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപാകതകൾ കൂടി പുറത്തു വരുന്നത്. പൊതുജനം കഴുതയല്ല സാർ. ദേശീയപാതയിലെ നിർമ്മാണ വൈഭവത്തെപ്പറ്റി ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. സൈഡിൽ കെട്ടിപ്പൊക്കുന്ന കട്ട വെക്കുന്നത് ശരിയല്ല, അതാണ് വിള്ളൽ ഉണ്ടാവുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്യാൻ അതേ ജനങ്ങൾ ടോളും കൊടുക്കണം. റീനയും ജോസഫൂട്ടിയും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂരിയാടക്കം നടക്കുന്നത് 1.5 വരി അല്ലെങ്കിൽ 1 വരി തികച്ചില്ലാത്ത റോഡിലൂടെ ഒരു വശത്തൂടെ ഇടിഞ്ഞു പൊളിഞ്ഞതിന്റെ സൈഡിലൂടെ നമ്മളെ കടത്തിവിടും. എന്നിട്ട് വാങ്ങുന്നത് 6 വരിയുടെ ടോൾ. വിചിത്രമായ പിരിവാണ് നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.